ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് സ്കിൻ ബ്രൈറ്റ്നസ് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. വീട്ടിലുള്ള മൂന്ന് സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഫസ്റ്റ് വാഷിൽ തന്നെ നല്ല രീതിയിൽ ഒരു ബ്രൈറ്റ്നസ്സിന് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യൂസും ഉണ്ടാവില്ല. ഫേസ് പാക്ക് എന്താണ് മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അപ്പോൾ അതിന് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ Sandra7. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഉണ്ടായിരുന്നു സൺ ടാൻ എങ്ങനെയാണ് മാറ്റുന്നത്. അതായത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതിന് എനിക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ അതിന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. വളരെ ജെന്യൂൻ ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആദ്യ സമയത്ത് സൺ ടാൻ എന്ന് പറയുന്നത് ഞാനൊരു കുറച്ച് നാച്ചുറൽ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് അതെന്താണെന്നും അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ ടൈം ഇല്ലാത്തവർക്കായിട്ട് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ടാനൊക്കെ റിമൂവ് ചെയ്യാം. ഏകദേശം 1 മാസം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിസിബിളി നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. പക്ഷെ അത് മാറില്ല, വിസിബിളി ചേഞ്ച് ഉണ്ടാവും. പക്ഷെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന രീതി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ടാവുന്നൊരു കാര്യം കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ചെയ്തത്. അതിനെനിക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു പാക്കാണ് പരിചയപ്പെടുത്താവുന്നത്. നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള പാക്കാണ്. ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. നമുക്കിനി എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് സാൻഡൽ വുഡിൻ്റെ പൗഡറാണ്. അതായത് ചന്ദനത്തിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ചന്ദനത്തിൻ്റെ പൊടിയാണ്. അതല്ലാതെ നമുക്ക് അതായത് നെറ്റിയിൽ തൊടുന്ന കുറിയായിട്ട് കിട്ടില്ല, അതല്ല. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ അത് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ചന്ദനത്തിൻ്റെ പൊടിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് മസൂർ ദാലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് റൈസിൻ്റെ പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും കോൺഫ്ലവർ എന്ന് പറയുമ്പോൾ ചോളത്തിൻ്റെ പൊടി, ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് ഹണി, അതായത് തേനാണ് ചേർക്കുന്നത്. 1 സ്പൂൺ അത് ചേർക്കുന്നുണ്ട്. ഞാനൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തേന് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കും. ഒരുപാട് ടാനൊക്കെ ഉള്ളവർക്ക് തൈര് തേനൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടാനൊക്കെ റിമൂവ് ചെയ്യാൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സാൻഡൽവുഡിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. ഒരുപാടധികം കോസ്മെറ്റിക് പ്രൊഡക്ട്സുകളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് സാൻഡൽവുഡിൻ്റെ പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തുമാത്രം സ്കിന്നിന് എത്രമാത്രം അധികം ബെനിഫിറ്റ് ഉണ്ടാക്കുന്നൊരു സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യുവത്വം നിലനിർത്തുക, അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ മാർക്ക് കുറയ്ക്കുക, അതുപോലെ തന്നെ സ്കിന്നിന് ബ്രൈറ്റ്നസ് നൽകുക, ഇതൊക്കെ നമ്മുടെ ഈ സാൻഡൽവുഡിൻ്റെ പൗഡർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എടുത്ത് പറയുന്നൊരു കാര്യം, നിങ്ങൾ സാൻഡൽവുഡിൻ്റെ പൗഡർ വാങ്ങിക്കുന്ന സമയത്ത്, അത് ചന്ദനം വാങ്ങിക്കുന്ന സമയത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ആണോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കുക. ഒരുപാട് പൈസയൊന്നും ആവില്ല, ഒരു 50 രൂപയ്ക്കകത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഒറിജിനൽ സാൻഡൽവുഡ് കിട്ടുന്നതിന് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലിൽ ഉരച്ചിട്ട് അത് എടുക്കാവുന്നതാണ്. അതാണ് കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ ഈ പാക്കറ്റിൽ വാങ്ങിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല സാധനം അതാണ്. അതിനെ പറ്റി ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റായിട്ട് കൊടുത്തേക്കാവുന്നതാണ്. അതിൻ്റെ അതായത് ഒറിജിനൽ സാൻഡൽ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കളറായിരുന്നു. ഇതിപ്പോൾ ഡ്രൈ ആവുന്ന സമയത്ത് ഇതുപോലെ ഒരു ബ്രൗണിഷ് കളറിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഡ്രൈ ആവുമ്പോഴാണ് ഈ കളർ കിട്ടുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഞാനിപ്പം ചെറിയ നോർമൽ വാട്ടറിലാണ് ഇത് വാഷ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ലൊരു ബ്രൈറ്റ്നസ് ഓൾറെഡി എൻ്റെ സ്കിന്നിലൊരു ബ്രൈറ്റ്നസ് ഉണ്ട്. അതല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഫേസിൽ ഓൾറെഡി ഒരു ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വെച്ചിട്ട് അത് കണക്കാക്കരുത്. അതല്ലാതെ നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തുമാത്രം ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ബ്രൈറ്റ്നസ് നിലനിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി. പിന്നെ വൈകിട്ട് സമയത്ത് ഉപയോഗിക്കാൻ നോക്കുക. കാരണം പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ തേന് തൈരൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ടാനും കൂടെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടിയതുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതല്ലാതെ ഫേസ് പാക്ക് മാത്രം എന്താണെന്ന് കണ്ടിട്ട് കാര്യമില്ല. ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കണം, അതുപോലെ
അതുപോലെ എങ്ങനെയൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കും. കാരണം കൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നത് പാക്ക് എന്താണെന്ന് മാത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു യൂസും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്ന രീതിയും കൂടെ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഒരു മോയ്സ്ചറൈസറും ഫേസ് വാഷും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരട്ടി ഇഫക്റ്റ്, അതുപോലെ തന്നെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് നിലനിൽക്കാനും സഹായിക്കുന്നതാണ്. ഇതിലുപരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടൊരു സാധനമാണ്, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് വരെയും ബൈ ബൈ.